ഈ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എന്ന ചെടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലമാൻ്റെയും മാൻഡിവില്ലയും നമുക്ക് പറയാൻ പറ്റുമേ. നോക്കി നിറച്ച് പൂക്കളാണ്. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അലമാൻ്റെ പ്ലാന്റും മാൻഡിവില്ല പ്ലാന്റും ഒക്കെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ചെടിക്ക് അത് നല്ലതാണ്. നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാൻ പോകുന്ന ആ കമ്പ് നമുക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യണം. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ചെടിക്ക് നല്ലതാണ്, അതുപോലെ നമുക്കതിൻ്റെ കമ്പുകളൊക്കെ പിടിപ്പിക്കാൻ പറ്റും. നോക്കിയേ എത്രമാത്രം പൂക്കളാന്ന് നോക്കിയേ. ഒരു കൂസലുമില്ലാതെ പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു ചെടിയാണ് അലമാൻ്റായും മാൻഡിവില്ലയും. മഞ്ഞ പൂക്കൾ കണ്ടില്ലേ, ഇതിലെപ്പോഴും ഇങ്ങനെ മൊട്ടുകളാണേ. ഒരു പൂക്കൾ കഴിഞ്ഞാലും അങ്ങനെ തീരത്തില്ല. പൂക്കളും മൊട്ടുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ചെടിയാണ് മാൻഡിവില്ല. പൂക്കളുടെ ഒരു വർണ്ണ വസന്തം തീർക്കുന്ന ചെടിയാണേ അലമാൻ്റെയും മാൻഡിവില്ലയും. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ അലമാൻ്റെ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് സപ്പോർട്ട് വേണം എപ്പോഴും. കണ്ടോ, ഇത് കാറ്റും മഴയൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചാഞ്ഞും ചരിഞ്ഞൊക്കെ പോകും. അപ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തുവാണേ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ അതുപോലെ അങ്ങ് നിന്നോളും. കണ്ടോ, സപ്പോർട്ട് കൊടുത്ത് നമ്മൾ ചെറുകയൊന്നോ ഒന്ന് കെട്ടിയൊക്കെ വെച്ചാൽ നല്ലതാണേ. നമ്മുടെ ഗാർഡനിൽ പൂക്കൾക്ക് ക്ഷാമം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പ്ലാന്റുകൾ വെച്ചാൽ മതി, അലമാൻ്റെയും മാൻഡിവില്ലയും. നിറയെ പൂക്കളാണേ. നമ്മൾ ഈ അലമാൻ്റെ പ്ലാന്റ് ആണെങ്കിലും മാൻഡിവില്ല പ്ലാന്റ് ആണെങ്കിലും പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് ചെടിക്ക് എല്ലാ ചെടികൾക്കും പ്രൂണിങ് എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണല്ലോ. അപ്പോൾ ചെടികൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് ആ ചെടിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടുന്നു, അതുപോലെ നിറയെ പൂക്കളുണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. നമ്മുടെ ചെടി നല്ല രീതിയിൽ പിന്നെ വളർന്നു വരുമേ. ആ പ്രൂണിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നല്ല രീതിയിൽ നമ്മൾ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടിയൊന്ന് ആർത്ത് കയറി വന്നിട്ട് പൂക്കൾ കൊണ്ട് നിറയും. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന കമ്പുകൾ കൊണ്ട് നമുക്ക് വേറെ ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിൻ്റെ കമ്പുകൾ, അലമാൻ്റയുടെ കമ്പുകൾ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള കമ്പുകൾ ഇങ്ങനെ നീണ്ടു വരും. പക്ഷെ നമ്മൾ ഇതുപോലെ കുറച്ച് കണ്ടോ ബ്രൗൺ കളറായ കമ്പുകളെ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ. അപ്പോൾ ഇവിടുന്ന് വേറെ നാമ്പുകൾ പൊടിച്ചു വന്നോളും. പിന്നെ നമുക്ക് ഈ നോട് ഉള്ള ഭാഗം വേണം. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്യുവാണേ. ഞാൻ കുറേ കമ്പുകൾ കട്ട് ചെയ്തു ഓൾറെഡി. ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു. അലമാൻ്റയുടെ ഞാൻ കട്ട് ചെയ്ത ഒരു കമ്പ് ഉണ്ടോ, ഇതേ കണ്ടോ, ഇതുപോലെ ബ്രൗൺ കളറായ കമ്പ് നമ്മൾ അപ്പോൾ ഈ നോടുള്ള ഭാഗം മണ്ണിൽ വരണം. അവിടെ നിന്നാണ് നമുക്ക് പിന്നെ തൈകൾ അതിൻ്റെ മുള വരുന്നതേ. കണ്ടോ, ഇതൊരു ചെറിയ നാമ്പ് പോലെയുണ്ട്, പക്ഷേ ഈ ഒരു ഭാഗം മണ്ണിൽ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേളോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഇളം കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാതെ, അപ്പോൾ അതിലൊക്കെ പൂക്കളും മൊട്ടുകളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കമ്പുകളാണേ. അതിനെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ആദ്യം ഉണ്ടായ കമ്പുകൾ, ചില കമ്പുകൾ സൺലൈറ്റ് ഒന്നും ഏൽക്കാതെ അടിഭാഗത്ത് ഇതുപോലെ ചെറിയ മൂത്ത കമ്പുകളുണ്ട്. ആ കമ്പുകളെ നമ്മൾ കട്ട് ചെയ്തെടുക്കും, ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ. അതുപോലെ തന്നെ മാൻഡിവില്ല കണ്ടോ, വൈറ്റാണേ. ഇതിൻ്റെ കമ്പുകളും ചുവട്ടിൽ ചില ഇടങ്ങളിൽ നമ്മൾ ഇളം കമ്പുകൾ കട്ട് ചെയ്യാതെ ഇതിൻ്റെ പിന്നെ ഇതുപോലെ ബ്രൗൺ കളറായ കമ്പുകൾ, ഇത് കണ്ടോ, ഇതുപോലെ ബ്രൗൺ കളറായ കമ്പ്, അതിൻ്റെ പിന്നെ നോടിൻ്റെ അവിടെ കുറച്ച് വേര് വന്നിരിക്കുന്ന വശം കാണും. വേര് റൂട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിയുണ്ടല്ലോ പെട്ടെന്ന് പിടിച്ചു കിട്ടും. റൂട്ടുള്ള കമ്പുകളുണ്ട്. ഇപ്പം ഞാൻ കട്ട് ചെയ്തൊരു കമ്പാണേ. കണ്ടോ, അതിൻ്റെ നോട്ട്സിൻ്റെ അവിടെ വേര് കണ്ടോ, റൂട്ട് വന്ന് നിൽക്കുന്ന കണ്ടോ. അപ്പം അതുപോലെ ചുവട്ടിൽ ചില കമ്പുകൾ സൺലൈറ്റ് ഒന്നും ഏൽക്കാതെ അടിഭാഗത്തുണ്ടാവും. അപ്പോൾ അതുപോലുള്ള കമ്പുകൾ നമ്മൾ ഇതുപോലെ പച്ച കളറ് മാറിയ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തതാണേ. കണ്ടോ, റൂട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, ദേ കണ്ടോ. ഞാൻ കട്ട് ചെയ്തെടുത്ത കമ്പിലും പൂവും മൊട്ടും ഒക്കെ ഉണ്ട്. അടുത്തൊരു കമ്പിനെ നമ്മളിതുപോലെ പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ കണ്ടോ, ഇതും നമ്മൾ ഈ അലമാൻ്റെ പ്ലാന്റിനെയൊക്കെ നിലത്ത് വളർത്തുന്നതാണ് ഒന്നുകൂടെ നല്ലതേ. ചട്ടിയിലാണെങ്കിൽ നമ്മൾ വലിയ പോട്ടിൽ ഒരു 18 ഇഞ്ച് സൈസ് പോട്ടിൽ വളർത്താൻ ശ്രദ്ധിക്കുക.
അപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമേ. പിന്നെ നമുക്ക് സ്റ്റെറാമിലും ഇടയ്ക്ക് മാറി കൊടുക്കാം. അതിനുശേഷം ഒരു 15 ദിവസം ഇടവിട്ട് നമുക്ക് മറ്റു വളങ്ങളൊക്കെ കൊടുക്കാം, സ്റ്റെറാമിലും കൊടുക്കാം. ഓക്കെ, ഇവിടെ എപ്പോഴും ഇങ്ങനെ ബട്ടർഫ്ലൈസ് ഉണ്ടേ. പിന്നെ നമ്മളിതിനെ കമ്പ് പിടിപ്പിക്കുമ്പോൾ കവറിൽ, ചെറിയ കവറിൽ മണ്ണ് നിറച്ചിട്ട് അത് തന്നെയല്ല നല്ല രീതിയിൽ മണ്ണും മണലും കൂടെ മിക്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. വെള്ളം വാർന്നു പോകുന്നതായിരിക്കണം. ഈ മഴക്കാലത്താണ് നമുക്ക് ഈ ചെടികളൊക്കെ പിടിച്ചു കിട്ടുന്നത്. നമുക്കറിയാം ഈ പിന്നെ മാൻഡിവില്ലയൊക്കെ പിടിപ്പിച്ചെടുക്കാൻ നല്ല പാടാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ ഇതുപോലുള്ള കമ്പുകൾ നോക്കി, അതിന് റൂട്ടൊക്കെ ഉള്ള ചുവട്ടിൽ നിന്നുള്ള കമ്പുകൾ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ചിലയിടങ്ങളിലൊക്കെ ഇങ്ങനെ റൂട്ട് വരുമേ. മച്ചുറായ അല്ലെങ്കിൽ അതുപോലുള്ള കമ്പുകൾക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കണ്ടോ, റൂട്ടുകൾ ഇങ്ങനെ വരും. കണ്ടോ, റൂട്ട് നിൽക്കുന്നുണ്ടോ? പിന്നെ വെള്ളവും അധികം കൊടുക്കരുത്. വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ് ചീഞ്ഞു പോകുമേ. പിന്നെ റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് അലോവേരയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ നോഡ് ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നോഡ് വരുന്നതുകൊണ്ടല്ലോ, പിന്നെ നോഡായിട്ടുള്ള ഇപ്പം ഇത് കണ്ടോ, ഇതുപോലുള്ള ഭാഗങ്ങൾ മണ്ണിൽ വരണം. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.